ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കണമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷമായി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ വചനം കേൾപ്പാൻ ദാഹത്തോടെ കൊതിയോടെ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എത്രയോ തവണ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സൗഖ്യത്തിന്റെ രൂപത്തിലും സഹിത്വത്തിന്റെ രൂപത്തിലും അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ വചനത്തിന്റെ ശക്തി രുചിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണല്ലോ പല തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങൾ നിന്റെ വചനം കേൾപ്പാൻ ആർത്തിയോടെ ചേർന്നു വന്നിരിക്കുന്നത്. കർത്താവേ, നിന്റെ വചനം കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ പര്യാപ്തമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ വചനമാണ്. കർത്താവെ, ശ്രദ്ധയോടെ നിന്റെ വചനം കേൾപ്പാനും അതനുസരിപ്പാനും അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ ഇന്ന് വായിച്ച ഈ വേദഭാഗം ഒരു വാക്കിൽ സംഗ്രഹിച്ച് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരുപോലെ പറയും, വിചാരപ്പെടരുത് എന്നതാണ് അതിന്റെ പ്രധാന ഇതിവൃത്തം. അല്ലെങ്കിൽ ആകുല ചിന്ത പാടില്ല എന്നാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കും ആകുല ചിന്ത എന്താണ് എന്നറിയാത്തവരല്ല, അത് ഇല്ലാത്തവരുമല്ല. ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ആകുല ചിന്ത ഇല്ലെന്നോ നിങ്ങൾ കരുതുന്നില്ലെന്ന് എനിക്കറിയാം. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ആകുല ചിന്തയുണ്ട്. അതിന്റെ കാരണങ്ങൾ വ്യത്യാസമാണ് എന്ന് മാത്രം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വടവാതൂർ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ കുറച്ച് സ്നേഹിതർ ഒരുമിച്ച് സഭയുടെ ടിബറ്റൻ ബോർഡർ മിഷൻ കാണാൻ പോയി. ഞങ്ങൾ ഡൽഹിയിൽ വിമാനം ഇറങ്ങി അവിടെ നിന്നൊരു ട്രെയിനിൽ ടിബറ്റൻ ബോർഡറിലെത്തി. അവിടുത്തെ ഏതാനും ദിവസത്തെ ഞങ്ങളുടെ മിഷൻ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ലുധിയാനയിലൂടെ വന്ന് നാട്ടിൽ വരാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. കാക്കോടാം സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ എത്തി, ഞങ്ങൾ ഇനി ലുധിയാനയ്ക്ക് പോവുക. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അംബാല വഴിയാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെ ആയിരിക്കും ഈ അംബാല, അവിടെ ഒരു സൈനിക ആശുപത്രിയുണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഒരു നല്ല പേര് കിടക്കട്ടെ, ഇനി അതിന്റെ കുറവുകൊണ്ട് ഇയാൾ മഹാനാകാതിരിക്കരുതല്ലോ എന്ന് കരുതി മോത്തി എന്ന് ഒരു പേരിട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അംബാല വഴിയാ പോകും. അപ്പോൾ എൻ്റെ അമ്മ എടുത്ത വായില് പറഞ്ഞു, അവിടെ നിന്റെ പുക്കള് കുഴിച്ചിട്ടിരിക്കുന്നതെന്നോ. എനിക്ക് വലിയ സന്തോഷം തോന്നി. അവിടെ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഒരിക്കൽ കൂടെ എന്റെ പുക്കള് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ്, ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ ക്യാൻസൽ ചെയ്യും. നല്ല പുക്കള്, വേറെ ഒരിടത്തും കുഴിച്ചിടാൻ പറ്റി, ട്രെയിൻ ക്യാൻസൽ, ഇനി എന്തോ ചെയ്യും? അപ്പൊ ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററുടെ പറഞ്ഞു, ഞങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുക, ഞങ്ങൾക്കിനി മറ്റു വഴിയൊന്നുമില്ല, ഇനി എന്താ സാധ്യത? അപ്പോൾ പറഞ്ഞു, ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഒരു ട്രെയിൻ വരുന്നു, അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിക്കോളാം. അതിൽ കയറി ഇരിക്കാൻ സീറ്റില്ല.
ഞങ്ങളെല്ലാവരും ട്രെയിനിലെ ടോയ്ലറ്റിൻ്റെ അവിടെ പെട്ടിയൊക്കെ വെച്ച് അതിൻ്റെ പുറത്ത് അങ്ങനെ ഇരിക്കുക. രാത്രിയിലാണ് യാത്ര, നല്ല ക്ഷീണം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇരിക്കാനല്ലാതെ വേറെ വഴി. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ഈ ബാഗിൽ എൻ്റെ ഐപാഡ് ഉണ്ട്, എൻ്റെ മൊബൈലുണ്ട്, അത്യാവശ്യം കുറച്ച് പണമുണ്ട്, പിന്നെ ചില യാത്രാ രേഖകളുണ്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ യാത്രയ്ക്കുള്ള കുറച്ച് പണം. ഞാനത് ഇങ്ങനെ പിടിച്ചിരിക്കാം. അമ്പാല അടുക്കാറായപ്പോ, അതായത് എൻ്റെ പുക്കിൾ കുടിച്ചിട്ട സ്ഥലത്തിന് അടുക്കാറായപ്പോ കുറെ പേര് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ കിട്ടി. ഞങ്ങൾ കഷ്ടിച്ച് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 സ്നേഹിതന്മാർ മുകളിൽ അത് ബർത്തുണ്ട്, അത് കാലിയാണ്. അവര് അവിടെ കയറി കിടന്നോളാൻ ഞങ്ങൾ പറഞ്ഞു. അവര് ചെറുപ്പക്കാരാണല്ലോ. ഞങ്ങൾ മേളിൽ കയറി കഴിഞ്ഞാൽ കാല് പൊങ്ങും, പിന്നെ അത് അടുപ്പിക്കാൻ കുറച്ചുകൂടെ പ്രയാസപ്പെടും എന്നതുകൊണ്ട് നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഔദാര്യം ഞാൻ കാണിച്ചത് കൊണ്ട് അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, അച്ഛൻ്റെ ആ ബാഗ് ഇങ്ങനെ തന്നേന് ഞാൻ പിടിച്ചോളാം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം. അല്ല, പിടിക്കണം, ഭയങ്കര നിർബന്ധം. അങ്ങനെ അമ്പാല സ്റ്റേഷനിൽ വെച്ച് പുക്കിള് കുഴിച്ചിടത്ത് വെച്ച് ഞാൻ ഈ ബാഗ് എടുത്ത് ഈ കൂട്ടുകാരൻ്റെ എടുത്തു. ഒരു 5-10 മിനിറ്റ് ട്രെയിൻ മുന്നോട്ട് പോയി കാണും. ഞങ്ങൾ ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങി. ഞാൻ ഉണർന്നപ്പോ ഈ കൂട്ടുകാരൻ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ബാഗില്ല. അന്ന് ഞാൻ എൻ്റെ പൂക്കൾ വെറുത്തതാണ്. കാരണം ഇതുപോലൊരു സ്ഥലത്ത് വെച്ചാണല്ലോ ഇതെല്ലാം സംഭവിക്കും. ഇനി എന്തോ ചെയ്യാനാ, ലുധിയാനയിൽ ചെന്നിറങ്ങി. അപ്പോ ഒരു 10 പേരുണ്ട് ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ. അവരെല്ലാവരും ഞാൻ ഇപ്പൊ ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും, അവനെ സഭയിൽ നിന്ന് മുടക്കും, വിടർത്തും അടർത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നും വേണ്ടിയില്ല. അവൻ്റെ തന്നെ 5 രൂപ വായ്പ എടുത്തിട്ട് ഞാൻ ലുധിയാനയിലെ ടോയ്ലറ്റിൽ പോയി. ഈ സന്ദർഭത്തിൽ ബാഗ് പോയി. ഞാൻ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ബാഗ് തിരിച്ചു കിട്ടുമോ? ഞാൻ അവനെ പണ്ടു പറയുന്നത് കൊണ്ട് എന്റെ സാഹചര്യത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? അവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബാഗ് പോയി. ഏതോ ഭാഗ്യവാന്റെ കയ്യിൽ അത് മൊത്തം ഉണ്ട്. എനിക്ക് ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം. വിചാരപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ? എന്റെ സാഹചര്യത്തിന്, എന്റെ നഷ്ടത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകും? യേശു പറയാണ്, നിങ്ങൾ വിചാരപ്പെടരുത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും. അതുകൊണ്ട്, എന്തുകൊണ്ട്? അതിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇത് ആർക്കുള്ള സന്ദേശമാണ്? ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാമെന്ന് കരുതുന്നവർക്കല്ല. ഒരു കയ്യിൽ ദൈവവും മറുകൈയിൽ പണവുമായി അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തിയുമായി ജീവിക്കാം എന്ന് കരുതുന്നവർക്കുള്ള സന്ദേശമല്ല ഇത്. കർത്താവ് കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകയാൽ എന്തു തിന്നും എന്ത് കുടിക്കും. എന്താണ് ഈ വിചാരപ്പെടുക അല്ലെങ്കിൽ ആകുല ചിന്തപ്പെടുക എന്നതിന്റെ അർത്ഥം? ആ വാക്കിൽ തന്നെ ഉണ്ട്. അതെന്താണ്? ആകുല ചിന്ത ഒരു ചിന്തയാണ്.
ആ ചിന്ത കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആകുലതയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, ആകുല ചിന്ത ആവശ്യമില്ല. കാരണം ആ ചിന്ത കൊണ്ടുള്ള ഏക പ്രയോജനം ആകുലത അല്ലെങ്കിൽ ദുഃഖമാണ്. ഈ ആകുല ചിന്തയുടെ ഒരു പ്രത്യേകത, അത് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തിന്നുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ഇങ്ങനെ തിന്നുന്നുണ്ടാവും. ഒരു ദിവസം ഇത് നമ്മളെ വിഴുങ്ങും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരസുഖമാണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരവയവത്തെ രോഗാണുക്കൾ കാർന്നു തിന്നും. അത് നമ്മൾ അറിയണമെന്നില്ല. ഒരു ദിവസം നമ്മൾ അറിയും അത് ഒരു പ്രത്യേക അവയവത്തെ ഏതാണ്ട് തിന്നുകഴിഞ്ഞു എന്ന്. ആകുല ചിന്തയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തിന്ന് അവസാനം നമ്മളെ തന്നെ വിഴുങ്ങുന്ന ഒന്നാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, വാട്ട് ഈസ് ആൻസൈറ്റി? എന്താണ് ആകുല ചിന്ത? That which eats us from within. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തിന്നുന്ന ഒരു ചിന്തയുടെ പേരാണ് ആകുല ചിന്ത. രണ്ട് തരത്തിൽ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സാധാരണ വിചാരപ്പെടുന്നത്. ഒന്നുകിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച്. അല്ലാതെ ഈ നിമിഷത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും വിചാരപ്പെടുമോ? ഇല്ല. നമ്മൾ അയ്യോ 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ജോലിക്ക് പോകേണ്ടതായിരുന്നല്ലോ, അല്ലെങ്കിൽ രാജി വെക്കണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ വീട് വിൽക്കേണ്ടായിരുന്നല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒന്നിനെ കുറിച്ചാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും വിചാരം. കയ്യിൽ നിന്ന് പോയതിനെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഭാവിയാണ് നമ്മൾ വിചാരപ്പെടുന്ന മറ്റൊരു കാര്യം. അത് നമ്മുടെ കയ്യിലോട്ട് ഇല്ലതായി. അപ്പോൾ കയ്യിൽ നിന്ന് പോയതോ കയ്യിലില്ലാത്തതോ ആയ ഒന്നിനെ കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നവർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് ആകുല ചിന്ത. നമ്മൾ മല്ലപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുവാണ് ബസ് കയറാൻ. നമ്മുടെ നേരത്ത് കയറാനല്ല, ബസ്സേ കയറാനായിട്ട് നമ്മൾ അവിടെ നിൽക്കുക. ബസ് പോയി കഴിഞ്ഞ് കൈ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഒരു പ്രയോജനവും ഇല്ല. ബസ് പോയി. ഇനി ബസ് വരുമോ എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അടുത്ത ബസ്സിന് കൈ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ കാലവുമില്ല, വരാനിരിക്കുന്ന കാലവുമില്ല. ആകെ ഉള്ളത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കാറൊക്കെ നിർത്തി ഇവിടെ കൺവെൻഷന് കയറാനായിട്ട് തുടങ്ങിയപ്പോ അച്ചായൻ ചോദിക്കേടി ഗ്യാസ് കൂട്ടിയായിരുന്നു. അത് കൂട്ടി 3 പ്രാവശ്യം കൃത്യനാമത്തിൽ മണപ്പിച്ച് നോക്കിയതാണ്, ഉറപ്പാക്കിയത്. ഒരൊറ്റ ചോദ്യം കൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷനായി. ശരിക്കും അടച്ചു. അപ്പോൾ കൺവെൻഷൻ തീരുന്നത് വരെ ഗ്യാസ് പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ മനസ്സ് എവിടെ? വീട്ടിലാ, ഗ്യാസ് സ്റ്റൗവിന്റെ പുറത്താണ്. ശരീരം ഇവിടെയാ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനോട് ചോദിക്കുക, അച്ഛാ വീട് പൂട്ടിയോ? പുള്ളി പൂട്ടി 3 പ്രാവശ്യം അതിൽ തൂങ്ങി നോക്കിയത്. ഇവിടെ ഇരുന്നു കൊണ്ട്
പൂട്ടിയോ എന്ന് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആകെയുള്ളത് ഇന്നത്തെ ദിവസം പോയി കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കയ്യിൽ നിന്ന് പോയ കാലത്തെ കുറിച്ചും കയ്യിൽ ഇതുവരെ എത്താത്ത കാലത്തെ കുറിച്ചും വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് പോയത് പോയി. നാളെ ഉണർന്നെഴുന്നേറ്റിട്ട് പറയാം, ഈ നിമിഷം ദൈവം എനിക്ക് തന്നിട്ടുള്ള നിമിഷമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും. ഈ എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്നൊക്കെ ഉള്ളത് ഈ ഫ്രിഡ്ജ് ഉണ്ടാവുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ അല്ലെ? അന്ന് എന്തില്ല, ഫ്രിഡ്ജിൽ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഈ അവിവാഹിത ജന്മങ്ങൾക്ക് ഒരു 1.5 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം ഫ്രിഡ്ജിലുണ്ട്. അതെടുത്ത് ഒലത്താണ്. ഓരോ ദിവസം എടുത്ത് ഒലത്തുന്നു കഴിക്കുന്നു. എനിക്ക് നാളെ എന്ത് കഴിക്കുമെന്നതിനെ കുറിച്ച് യാതൊരു വിചാരമില്ല. ആകെയുള്ള വിചാരം ഇതിലേതാണ് കഴിക്കേണ്ടതെന്ന് മാത്രം. എന്ത് കഴിക്കുമെന്നല്ല, ഏത് കഴിക്കും, എന്ത് കുടിക്കും. ആർക്കെങ്കിലും അങ്ങനെ വിചാരമുണ്ടോ? ഇല്ല. എന്തുടുക്കും, എന്തെങ്കിലും ഒന്ന് ഉടുത്തു കിട്ടിയ. അതുകൊണ്ട് എന്ത് കഴിക്കുമെന്നല്ല, ഏത് കഴിക്കും. എന്ത് കുടിക്കുമെന്നല്ല, ഏത് കുടിക്കും. എന്തുടുക്കുമെന്നല്ല, ഏതുടുക്കും എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ആവട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കാം. ഭക്ഷണം, വസ്ത്രം, വെള്ളം, ഇത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്ന മനുഷ്യർ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ ആത്യന്തികമായ ആവശ്യങ്ങളായി തെറ്റിദ്ധരിക്കും. ആർക്കാണ് ആകുല ചിന്ത? ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ അൾട്ടിമേറ്റ് നീഡ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അതാണ് ആകുലചിന്തയുടെ പ്രശ്നം. അടിസ്ഥാന ആവശ്യങ്ങൾ ആത്യന്തികമായ ആവശ്യങ്ങളായി നാം തെറ്റിദ്ധരിക്കും. അങ്ങനെ വരാതെ ഇരിക്കാൻ, ആകുലചിന്ത ഇല്ലാതെ ജീവിപ്പാൻ എങ്ങനെ സാധിക്കും? ഈ വേദഭാഗത്തെ കർത്താവ് അതിന് 3 ഗുണദോഷങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതിലൊന്ന് 31, 32 വാക്യങ്ങളിൽ പറയുന്നു, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ 2025 ഇങ്ങനെ 5 മിനിറ്റ് ഇടയ്ക്ക് ചുമച്ചോളാമെന്ന് തീരുമാനമൊന്നുമില്ല. ചുമ വന്നതുകൊണ്ട് അങ്ങ് ചുമച്ചത്. നിങ്ങൾ ആയിരിക്കും ഇപ്പൊ ഇതൊരു ഫാഷനാണല്ലോ. അവിടെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്കൊരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ആകുല ചിന്ത എന്നത് ജാതികളുടെ ചിന്തയാണ്. ജാതികൾ എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലാത്തവർ എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. എനിക്ക് ഒരപ്പനുണ്ട് സ്വർഗത്തിൽ എന്ന് മറന്നു പോകുന്ന എല്ലാവർക്കും ചേരുന്ന പേരാണ് ജാതി. എന്തിനാണ് എന്ത് കുടിക്കും, എന്തുടുക്കും, എന്ത് കഴിക്കും എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നത്? നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ വിചാരം, നോ യുവർ ഗോഡ്. നിങ്ങളുടെ ദൈവത്തെ അറിയുക, നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് അറിയുക. വേദപുസ്തകത്തിൽ ദൈവം തന്റെ മക്കളെ കരുതുന്നതിനെ കുറിച്ച് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏലിയാവ്
കെരീത്ത് തോടിനരികെ കിടക്കുകയാണ്. വളരെ ക്ഷീണിച്ചിരിക്കുന്നു. എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നൊക്കെ ഇങ്ങനെ വിചാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാക്ക വരികയാണ്. എന്റെ ഒരു വിചാരം, ഈ കാക്കയാണ് സൊമാറ്റോ കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഡോർ ഡെലിവറി എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, അതുകൊണ്ട് അപ്പവും വീഞ്ഞുമൊക്കെ അല്ലെങ്കിൽ അപ്പവും ഇറച്ചിയും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ മതി, അത് എവിടെ കൊണ്ടുതരും. പക്ഷെ കർത്താവ് ഇപ്പം ആ ഏർപ്പാടൊക്കെ നിർത്തി. ഓരോ കാക്കയും തൊളിക്കോട് വരുമ്പോൾ ഞാൻ വിചാരിക്കും അപ്പവും ഇറച്ചിയുമായിട്ടാണ് വരുന്നത്. ഒരു തേങ്ങയില്ല എന്റെ കയ്യിൽ. കെരീത്ത് തോടിനരികെ ഏലിയാവ് കിടക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ആരും കടന്നു വരാൻ ഇടയില്ലാത്ത ഇടത്ത് ദൈവം അസാധാരണമായ വഴികൾ കണ്ടുപിടിക്കും. ദൈവം ഏലിയാവിനെ പോറ്റുന്നത് കാക്കയിലൂടെ ആണെങ്കിലും അത് എല്ലാ ദിവസവും ഇല്ല. എന്നാൽ സാരെഫാത്തിൽ വന്നപ്പോൾ കാക്കയുടെ ആവശ്യം ഇനിയില്ല. കാരണം അവിടെ ആരുണ്ട്? മനുഷ്യരുണ്ട്. മനുഷ്യർക്ക് കടന്നു വരാൻ കഴിയുന്ന സ്ഥലവുമാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഈ വാക്ക്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവവചനം, ഞാൻ അനാഥനല്ല. എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. എനിക്ക് ദൈവമുണ്ട്. ദൈവമുണ്ടെങ്കിൽ ഇനി ആരും ഇല്ലെങ്കിലും. അപ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നത് ഒരു ദൈവ പൈതലിനു ചേർന്ന ആകുല ചിന്തയല്ല. അതൊക്കെ ജാതികളുടെ ചിന്തയാണ്. അതുകൊണ്ട് എനിക്ക് ഒരപ്പനുണ്ട്. ഞാൻ ആരുമില്ലാത്തവനല്ല. എനിക്കൊരപ്പനുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ആകുല ചിന്ത മാറാൻ കർത്താവ് നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ പ്രതിവിധി, നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട് എന്ന ഒരു ഉറപ്പ് വേണം. എന്നാൽ ഇത് പലപ്പോഴും ഒരു ആശയം മാത്രമായി നിൽക്കുകയാണ്. ആശയമാണ്, അത് വിശ്വാസമായി മാറുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ അപ്പൻ പട്ടാളത്തില്. അപ്പൊ ഈ പട്ടാളക്കാര് നാട്ടിലൊക്കെ വരുമ്പോൾ വലിയ കഥകളൊക്കെ പറയും. വെടിവെച്ചു, അതിർത്തിയിൽ പാകിസ്ഥാന് നേരെ വെടിവെക്കെ വെച്ചു, ഒന്നും കൊണ്ടു കാണാൻ വഴിയില്ല. പക്ഷെ പുള്ളി നാട്ടിൽ വരുമ്പോൾ ഭയങ്കര പടക്കമാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു സ്വന്തമായി ഒരു വീട് വെച്ച് മാറുന്നത്. ചെറിയ വീട്. അപ്പൻ പട്ടാളത്തിൽ പോയി, അമ്മയും എൻ്റെ അനിയനും, ഞങ്ങൾ കൊച്ചു പിള്ളേർ. രാത്രി ആകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ടെൻഷനാണ്. കഥക് ഒന്നുകൂടൊക്കെ കൂട്ടി നോക്കും. എന്നിട്ട് കഥകിനെല്ലാം കുറ്റിയിട്ടിട്ട് അതിന്റെ കുറുകെ എന്ത് ചെയ്യും? മേശ വെക്കും. കാരണം അഥവാ കള്ളൻ വന്നാലും ഈ മേശ മാറ്റിയിട്ട് വരാം. അപ്പൊ അതിന്റെ ഇനി ഇത് കഴിഞ്ഞിട്ടൊരു കലാപരിപാടിയാണ്. അന്ന് ഈ ഒരു ബ്രൈറ്റ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ നീളമുള്ള ഒരു 5-6 ബാറ്ററിയുള്ള അത്യാവശ്യം ഒരു മാടനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നീണ്ട ബാറ്ററി അവിടെ കുറച്ചുണ്ട്. ഇതും കൊണ്ടുവന്ന് എല്ലാ മുറിയിലും പോയി ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അവിടെ വന്ന് ബെഡ്ഷീറ്റ് താഴെ വെച്ച് പൊക്കി നോക്കും. അടുത്തേക്കിന് അടിച്ചു പോകും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ തവേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? കള്ളൻ എങ്ങാനും ഇല്ല താഴെ ഇരിപ്പുണ്ടെങ്കിൽ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറി വേദോത്സവമുണ്ട്. ഇനി അഥവാ വേദോത്സവം വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിനോട് ചേർത്ത് തന്നെ ഒരു വെട്ടുകത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഏതാണ് ആ സാധ്യ ഉപകരിക്കുക എന്ന് അറിയാത്തതുകൊണ്ട്. കാരണം കള്ളം വരുമ്പോൾ വേദോത്സവം എടുത്ത് ശാസിക്കാൻ ചിലപ്പോൾ കള്ളൻ ക്രിസ്ത്യാനി അല്ല എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് വേദോത്സവവും ഉണ്ട്, വെട്ടുകത്തിയും ഉണ്ട്, ബ്രൈറ്റ് ലൈറ്റ്
ഇതെല്ലാം സെറ്റപ്പിലാണ് എൻ്റെ അമ്മ കിടന്നുറങ്ങുന്നത്. പിറ്റേ ദിവസം ആയിരിക്കും എൻ്റെ അപ്പൻ അവധിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും. അമ്മയ്ക്ക് വെട്ടുകത്തിയും വേണ്ട, ടോർച്ചും വേണ്ട. 24 മണിക്കൂർ മുമ്പ് രാത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഭയമൊന്നും ഇപ്പോൾ ഇല്ല. ഗേറ്റ് തുറന്നു കിടക്കും, വാതിൽ തുറന്നു കിടക്കും. വാതിൽ അടച്ചാലും അതിന്റെ കുറുകെ എന്ത് വെക്കത്തില്ല. എന്താ കാര്യം? ഇന്നലെ കർത്താവുണ്ടെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത്ര ഉറപ്പില്ല. ഇന്ന് ആരുണ്ട്? ഇവിടെ ആരെങ്കിലും ഈ ഗൾഫിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഒക്കെ ഭർത്താക്കന്മാര് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഞാൻ ഈ പറഞ്ഞത് വേഗം മനസ്സിലാവും. ഒരേ വീട്, ഒരേ വാതിൽ, ഒരേ ജനൽ. പക്ഷെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ധൈര്യം വന്നത്? എന്റെ അമ്മ ഒരു സാധാരണ സ്ത്രീയാണ്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ എന്റെ അമ്മയുടെ തലച്ചോറിൽ, എന്റെ അമ്മയുടെ ബോധ്യത്തിൽ വന്ന മാറ്റം അഭയങ്കരമായ ധൈര്യമാണ്. കാരണം ഇന്നലെ ഇല്ലാത്ത ഒരു ഉറപ്പ് ഇന്ന് എവിടെ നിന്നോ വന്നിട്ടുണ്ട്. ഇതാണ് ആശയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിൽ പലരും വല്ലാതെ ആകുല ചിന്തപ്പെടുന്നത് ദൈവം കരുതുന്നു എന്നത് ഇപ്പോഴും ഒരു ആശയം മാത്രമാണ്. അത് ഇതുവരെ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് അതിന് രൂപമാറ്റം സംഭവിച്ചിട്ടില്ല. വിശ്വസിക്കുന്നവന് വല്ലാത്ത ഉശിരായിരിക്കും. ദാനിയേലിന് ഒത്തിരി സംഭവങ്ങൾ അതിനോട് ചേർത്ത് പറയാം. വലിയ തീക്കുണ്ടം ഇങ്ങനെ നിൽക്കുകയാണ്, എടുത്തെറിയാനായിട്ട് നിൽക്കുമ്പോ അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവം ഇതിനകത്തു നിന്ന് രക്ഷിക്കും. ഇനി രക്ഷിച്ചില്ലെങ്കിലും എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? ഞാൻ പറയും, ഇന്ന് ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം കരുതുന്നുണ്ടെന്നും പറയുന്നതല്ലാതെ അതിങ്ങോട്ട് കേറിയിട്ടില്ല. നമുക്ക് ഇപ്പോഴും കരുതുന്ന ദൈവമെന്നും എനിക്ക് ഒരപ്പനുണ്ട് എന്നതും ഇതുവരെ ഒരു ആശയമല്ലാതെ അതൊരു ഉറപ്പായി മാറിയിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്ക് ഒരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ഇനി ഈ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് നോക്കിയാൽ മതി? പ്രകൃതിയിലോട്ട് നോക്കിയാൽ മതി. എന്നിട്ട് പറയുന്നു, ആദ്യം നോക്കിക്കേ, കാക്കയെ നോക്കിക്കേ, കിളികളെ നോക്കിക്കേ. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ, പക്ഷെ അവർ പട്ടിണി കിടക്കുന്നുണ്ട്. ഒരു ദൈവ പൈതലും പട്ടിണി കിടന്ന് ചത്ത ചരിത്രമില്ല. പട്ടിണി കിടന്നിട്ടുണ്ടാവും, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു ദൈവ പൈതലും അന്നം കിട്ടാതെ ഈ ലോകം വിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഒരപ്പനുണ്ട്. ഇത് ഇപ്പോഴും ഒരു ആശയമായി മാത്രം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെയും പ്രസാദിപ്പിക്കും, കൂട്ടത്തിൽ ആരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും, മാമോനെയും പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കും. എനിക്കൊരു സുവിശേഷകനെ അറിയാം. അദ്ദേഹത്തിന് വിശദാംശങ്ങളൊന്നും ഞാൻ പറയില്ല. ആര് വന്നാലും അദ്ദേഹം അവരെ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചതുപോലെ സൽക്കരിക്കും. ഒരു ഭദ്രാസന സുവിശേഷകനാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൈസയുള്ളൂ. അപ്പോൾ ഞാൻ ഈ സുവിശേഷകനോട് പറയും, എന്റെ ഉപദേശി, പൈസ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെലവഴിക്കണം. പെൺപിള്ളേര് വളർന്നു വരുമല്ലേ. എന്നോട് പറയും, അച്ഛാ, ദൈവം കരുതും.
ഇന്ന് ഉപദേശിയുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യം നോക്കുമ്പോൾ ആ പറഞ്ഞത് സത്യമായി. 5 പൈസ കയ്യിലില്ല, പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിലിരിക്കുമ്പോൾ ഉപദേശി എന്നെ വിളിക്കും, അച്ഛാ കൊച്ചിന് ഒരു അഡ്മിഷൻ വേണം, ആലുവ UC കോളേജിലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കൊള്ളാവുന്ന കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, അതിനുള്ള മാർക്കില്ല, അതുകൊണ്ടാണല്ലോ ഈ ചെറിയ എംബോസിറ്റൊക്കെ എഴുതുന്നത്. അപ്പൊ പറഞ്ഞു, അല്ല അച്ഛാ എങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അച്ഛൻ അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ UC കോളേജ് എന്ന് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരൻ ചോദിച്ചു, എന്തു വച്ചാ UC കോളേജിനെ കുറിച്ച് പറയാം. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാരമില്ല, നമുക്ക് ആ ഉപദേശിയുടെ മോളെ എഞ്ചിനീയറിംഗിന് വിടാം. ഞാൻ പറഞ്ഞു കൊള്ളാം. അവരുടെ പൈസയില്ല, ഞാൻ പൈസ ചോദിച്ചില്ലല്ലോ. പഠിച്ചു മിടുക്കിയായി ഇന്ന് ലോകത്ത് ഒരു സ്ഥലത്ത് സന്തോഷത്തെ ജീവിക്കുന്നു. ദൈവം കരുതും എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കും. ഉറപ്പുകൾ. ദൈവം കരുതും എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കും. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് ആരുണ്ട്? നിങ്ങൾക്ക് മാമോന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരപ്പനുണ്ട്. മുമ്പേ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ ഈ അപ്പനുണ്ടെന്നുള്ള ഉറപ്പ് വന്നാൽ പിന്നെ ദൈവത്തെ അല്ലാതെ ഒരുത്തനെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിന്ന് ദൈവത്തെ ഒഴിച്ച് സകലതിനെയും പേടിയാ. ഈ പിള്ളേരൊക്കെ പാറ്റായും പൂച്ചയും പേടിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതിന്റെ ഒരു പകുതി ദൈവത്തെ പേടിച്ചിരുന്നെങ്കിൽ. നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവൻ കരുതും എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാമോനെ സേവിക്കാൻ പോകണ്ട, നമുക്ക് ആരുണ്ട്? ഒരു അപ്പനുണ്ട്. അതുകൊണ്ട് കാക്കയെ നോക്കാം. എന്നിട്ട് വീണ്ടും കർത്താവ് പറയുന്നു, നിങ്ങൾ വയലിലെ താമരയെ നോക്ക്. ലോകത്തിലെ എല്ലാ പ്രതാപങ്ങളുമുള്ള ശലോമോൻ പോലും തന്റെ സർവ മഹത്വത്തിലും എല്ലാ സമയങ്ങളോടുകൂടെ വന്നാലും ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ പുല്ലിന്റെ അത്രയും വരികില്ല. ഈ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, വയലിലെ താമരയെ ദൈവം ഇങ്ങനെ മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കുന്നെങ്കിൽ, ആകാശത്തിലെ പറവകളെ അവൻ തീറ്റിപ്പോറ്റുന്നെങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയാക്കില്ല. പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ സമയത്തിന്റെ കുറവുകൊണ്ട് വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല. കരുതും എന്ന് പറഞ്ഞാൽ, സോ ഗോഡ് പ്രൊവൈഡ്സ്. ഞാൻ പറയാൻ ശ്രമിച്ച ഒന്നാമത്തെ വിചാരം, നമുക്ക് ഒരു അപ്പനുണ്ട്, സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആകാശത്തിലെ പറവയെയും വയലിലെ പുല്ലിനെയും ഒക്കെ അണിയിച്ചൊരുക്കുന്ന, കരുതുന്ന ഒരു ദൈവം. ആ ദൈവമാണ് എൻ്റെ അപ്പൻ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൻ ഹെഡ് മാസ്റ്റർ ആണെന്ന് വിചാരിക്കും. എന്തൊരു ധൈര്യമായിരിക്കും ആർക്ക്? എവിടുന്നാ കിട്ടിയ ഈ ധൈര്യം? എല്ലാ പിള്ളേർക്കും പേടിയുള്ള ടീച്ചർമാരെ നമുക്ക് പേടിയില്ല. ഞങ്ങളെ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ ഈ ജൂനിയേഴ്സിനൊക്കെ ഞങ്ങളെ ഭയങ്കര ബഹുമാനമാണ്. അതിന് ദൈവശാസ്ത്രപരമായ കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചെറിയാനോസച്ചന്റെ മോന് ഞങ്ങളെ പേടിയില്ല. ക്രിസ്ത്യന് എന്താ കാരണം? അവന്റെ അപ്പൻ ആരാന്ന് അവൻ അറിയും. അവന്റെ അപ്പൻ അവിടുത്തെ അധ്യാപകൻ. അതുകൊണ്ട് എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമെങ്കിൽ അപ്പനെ മാത്രം പേടിച്ചാൽ മതി. വളരെ ഭംഗിയായി പറയുന്നു, നിങ്ങൾക്ക് ഒരു അപ്പനുണ്ട്. നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് സ്വർഗസ്ഥനായ
ഒരു അപ്പനുണ്ട്. രണ്ടാമത്, ആകുല ചിന്ത ഒഴിവാക്കാൻ കർത്താവ്. അപ്പൊ ഒന്ന്, നോ യുവർ ഗോഡ്. രണ്ട്, നോ യുവർ ലിമിറ്റ്സ്. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഫ്യൂട്ടിലിറ്റി ഓഫ് ആൻസൈറ്റി ആൻഡ് വറി. എന്തുകൊണ്ട് ആകുല ചിന്തപ്പെടരുത്? ഒറ്റ കാരണമേ ഉള്ളൂ, അതുകൊണ്ട് യാതൊരു പ്രയോജനവും. ഇപ്പൊ ഈ സമാധിയുടെ ചർച്ചയാണല്ലോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലല്ല. അപ്പൊ ഈ മല്ലപ്പള്ളിക്കാരനൊരു സാറുണ്ട്, നമ്മുടെ രവികുമാർ സാർ. എനിക്ക് വലിയ സ്നേഹവും അടുപ്പമുള്ള സാറാണ്, ബി രവികുമാർ സാർ. ഞങ്ങള് ഫേസ്ബുക്ക് ചങ്കുകളാണ്, ബഡീസാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഈ ഡോണ മയൂര എന്ന് പറഞ്ഞൊരു കവി എഴുതിയ ഒരു വാക്കിന്, ഒരു കുറിപ്പിന് ഈ രവികുമാർ സാർ ഒരു കമന്റ് ഇട്ടു. അതിങ്ങനെയാണ്, ആദി മൂത്ത് സമാധിയായി. അത്രയേ ഉള്ളൂ. ആദി മൂത്ത് സമാധിയായി. നമുക്ക് വല്ലാത്ത ആധിയാണ്. കർത്താവ് പറയുന്നു, ആധി എടുക്കുന്നത് കൊണ്ട്, വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം കൂട്ടാൻ പറ്റുമോ? എന്റെ തലയിലെ മുടിയെല്ലാം പോയി. സഭയെ കുറിച്ച് ചിന്തിച്ച് പോയതാ. ഞാൻ രാവിലെയും വൈകിട്ടും കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുടി പോയല്ലോ എന്ന് വിചാരിച്ചാൽ വല്ല പ്രയോജനമുണ്ടോ? പോയത് പോയി. പിന്നെ ഒരാശ്വാസം ഇത് ആർക്ക് വേണ്ടി പോയതാ? ഇതെല്ലാം ഈ സഭയ്ക്ക് വേണ്ടി പോയതാണല്ലോ എന്നുള്ള ഒറ്റ സമാധാനം. സഭയ്ക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ എന്ന് രണ്ടാമത്. അപ്പൊ എന്റെ തലയിലെ മുടി പോയി എന്നതുകൊണ്ട് ഞാൻ ആദിപ്പെടുന്നത് കൊണ്ട് മുടി കിളുക്കുവോ? പോയാലും തലയിൽ കുമ്മായം തേക്കുന്നോ എന്നോട് ഒന്നും വിചാരിക്കില്ല. 75 വയസ്സിൽ അടി, പെയിന്റടിയാ, മുടിഞ്ഞ അടിയാ. 75 വയസ്സായി, അടിയോടടി. 75 വയസ്സുണ്ടെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ത് മറയ്ക്കാനാണ് ഈ അടി? പ്രായമായി, അതിനെന്താ? സോ വാട്ട്? എനിക്ക് നീളം കുറവാണെന്ന് കരുതി ഞാൻ എല്ലാ ദിവസവും തൊളിക്കോട് പറമ്പി മരത്തെ 3 പ്രാവശ്യം തൂങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? കമ്പൊടിഞ്ഞു പോകുമെന്നല്ലാതെ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാനാവില്ല. നമുക്കെന്നല്ല, ദൈവം പോലും മാറ്റി തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് കുറച്ചുകൂടെ നീളം വേണമെന്നുണ്ട്. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ നീളം വെക്കും. അതുകൊണ്ട് നീളം കുറവാണല്ലോ എന്ന് വിചാരിച്ച് വല്ല പ്രയോജനപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഷാരിയച്ചാണ്, ഞങ്ങൾ ചങ്കായിരുന്നു, ഇപ്പൊ മത്തങ്ങായിട്ടിരിക്കുക. ഈ പുള്ളി നല്ലപോലെ പാട്ടെഴുതും. ഞാൻ അതുകൊണ്ട് എനിക്ക് പാട്ടെഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട്? ദൈവം എല്ലാം ചെയ്യാൻ എല്ലാരെ കുറിച്ചും ഉദ്ദേശിക്കുന്നില്ല. അവൻ ചിലരെ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ, അതുകൊണ്ട് ഈ ശുശ്രൂഷകർക്കിടയിൽ പോലും അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യത്തെ കുറിച്ചുള്ള വിചാരപ്പെടലുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ മാറ്റാനാവില്ല. ദൈവം പോലും അത് മാറ്റി തരികയുമില്ല. അതുകൊണ്ട് ദൈവം പോലും മാറ്റി തരാത്ത, ഞാൻ വിചാരിച്ചാൽ മാറാത്ത ഒരു കാര്യത്തെ കുറിച്ച് ആധിപ്പെടുന്നത് കൊണ്ട് എന്താ പ്രയോജനം? വയസ്സായി ആദിപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും കാലം ആരോഗ്യത്തോടെ ജീവിപ്പാൻ. പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ചില അമ്മച്ചിമാർ പറയും, അച്ഛാ ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ മതി.
കൂടുതൽ കേട്ടാൽ മരുമോക്ക് തിരക്കാവും. അവൾ BA പഠിച്ച മുഴുവൻ കവിതയും അത്രയൊക്കെ മതി. അച്ഛാ പഴയതുപോലൊന്നും കാണാൻ വേല. 90 വയസ്സിൽ ഇത്രയൊക്കെ കണ്ടാൽ പോലെ. അതുകൊണ്ട് ഇല്ല, ഇനി ഇപ്പൊ കാഴ്ച തിരിച്ചു കിട്ടുമോ? ദൈവത്തിന്റെ ശബ്ദമൊക്കെ റെക്കോർഡ് ചെയ്യാം, പക്ഷേ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് കാഴ്ച പോയതിനെ കുറിച്ച്, കാഴ്ച കുറഞ്ഞതിനെ കുറിച്ച്, പ്രായമാവുന്നതിനെ കുറിച്ച്, മുടി പോകുന്നതിനെ കുറിച്ച്, വണ്ണം വെക്കുന്നതിനെ കുറിച്ച്, വണ്ണം കുറയുന്നതിനെ കുറിച്ചൊക്കെ വിചാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. വിചാരപ്പെട്ടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം പറ്റുമോ? നോ യുവർ ലിമിറ്റ്സ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. നമ്മുടെ പരിമിതികളെ മറന്നുകൊണ്ടുള്ള ആകുല ചിന്ത, ഇറ്റ് ഈസ് പാരലൈസിങ്. അത് നമ്മളെ വളർത്തില്ല, മറിച്ച് അത് നമ്മളെ തളർത്തുകയുള്ളൂ. അതുകൊണ്ട് യേശു പറയുകയാണ്, വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതൊരു വ്യർത്ഥമായ ശ്രമമാണ്, ഫ്യൂട്ടൈലാണ്. അപ്പോൾ ഒന്ന്, നോ യുവർ ഗോഡ്. നമുക്ക് ഒരപ്പനുണ്ട്. ഞാൻ അനാഥനല്ല, നമ്മൾ അനാഥരല്ല. രണ്ട്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചില പരിമിതികളുണ്ട്. ഐ ഷുഡ് നോ മൈ ലിമിറ്റ്സ്. ഞാൻ വിചാരപ്പെടുന്നത് കൊണ്ടും ആകുല ചിന്തപ്പെടുന്നത് കൊണ്ടും ഒരു മുഴം പോലും കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. ദൈവം അത് ചെയ്ത് തരത്തുമില്ല. ആകെയുള്ള ഗുണം, ഉള്ള സന്തോഷവും സമാധാനവും എല്ലാം പോകും. അതുകൊണ്ട് ലെറ്റ് us know our limits. മൂന്ന്, know your priority. കർത്താവ് പറയുന്നുണ്ട് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ജീവിതത്തിൽ ഏതാണ് വലുത് എന്നറിഞ്ഞാൽ നമ്മുടെ ആകുല ചിന്ത മാറി. Know your priorities. Set your priorities. ദൈവത്തിന് പ്രസാദം തോന്നുന്നതാവണം നമ്മുടെ പ്രയോറിറ്റീസ്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും, അത് ഞാൻ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നേ? ഒറ്റ വഴിയേ ഉള്ളൂ. പൈസ കൊടുത്താൽ കിട്ടാത്തതാണ് ലോകത്തിൽ ഏറ്റവും വലുത്. ഇവിടെ പറയുന്നുണ്ട്, ആഹാരമാണോ ജീവനാണോ വലുത്? ജീവനാണ്. ശരീരമാണോ ഉടുപ്പാണോ വലുത്? ശരീരമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരപ്പെടേണ്ടത് ശരീരത്തെ കുറിച്ചായിരിക്കണം, ഭക്ഷണത്തെ കുറിച്ചല്ല, ഉടുപ്പിനെ കുറിച്ചല്ല. നമ്മൾ വിചാരപ്പെടേണ്ടത് ജീവനെ കുറിച്ചാണ്, ആഹാരത്തെ കുറിച്ചല്ല. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ് പണം കൊടുത്താൽ വാങ്ങിക്കാൻ കഴിയാത്തതാണ് പ്രധാനം. ഒരു പഴയ സിനിമയുണ്ട്, CID മൂസ എന്ന. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കും. ഇത് ഞാൻ സഭയ്ക്ക് വേണ്ടി കണ്ടതാണ് ഈ ഒരു സിനിമ. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ കഥയൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അതിൽ ഏറ്റവും ഹ്യൂമറസ് ആയ ഒരു രംഗം, ഇത്രയും നേരം ഉറങ്ങിയിരുന്നവരൊക്കെ ഉണരാൻ തുടങ്ങി. നല്ല പരിചയമുള്ള സമൂസ എന്നൊക്കെ പറയുന്നത് അല്ലേ? അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്, അത് യൂട്യൂബിലൊക്കെ കണ്ടതാണ്. അപ്പൊ അതിൽ ഒരു ഫ്ലാറ്റിൽ ഭാര്യയും ഭർത്താവും താമസിക്കും. നായകൻ ജഗതിയാണ്, മറ്റേ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നു. അറിയാവുന്നവരുണ്ട്, ഇത് കഴിഞ്ഞ് എന്റെ ശ്രദ്ധയെ ഓർമ്മപ്പെടുത്തിയാണ്. അപ്പൊ ഇവരിങ്ങനെ താമസിക്കുന്നു. രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ഒരുക്കമാണ്. ജഗതി ജോലിക്ക് പോകാനായിട്ട് ഷേവ് ചെയ്യുന്നു. പെട്ടെന്ന് പുറത്തൊരു അനൗൺസ്മെന്റ്, അതായത് ഫ്ലാറ്റിൽ തീ പിടിച്ചു. അപ്പം പകുതിയെ എടുത്തോളൂ മീശ, ഇനി ഒരു പകുതി പോകണ്ട.
പുള്ളി അതെല്ലാം അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് കൊച്ചിനെ എടുക്കുക. അപ്പോൾ ഈ ഭാര്യയെ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷെ കയ്യിൽ ഫ്രിഡ്ജ് എടുക്കണോ വാഷിംഗ് മെഷീൻ എടുക്കണോ, വാഷിംഗ് മെഷീൻ എടുക്കണോ TV എടുക്കണോ, ഏതായാലും ഏതാണ്ട് ഒന്ന് എടുത്തു. ഇവര് രണ്ടുപേരും കൂടെ ഈ സ്റ്റെയറിൽ ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഈ ഭാര്യ പുള്ളി ഇരിക്കുന്നത്, മനുഷ്യനെ നിങ്ങളുടെ മുഖത്ത് പകുതി മീശയേ ഉള്ളൂ, പകുതി പഠിച്ചിട്ട് പോകും. അപ്പൊ പുള്ളി പറഞ്ഞു, മനുഷ്യൻ തല പാന്നേരത്താണോ മീശ. അപ്പൊ പുള്ളി നോക്കുമ്പോ ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഒരു കൊച്ചില്ല, ഒരു കൊച്ചി ഇയാളുടെ കയ്യിലുണ്ട്, ഈ പുള്ളിക്കാരുടെ കയ്യിൽ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നു. എടി പോയി. ഇതൊരു സിനിമയിലെ ഒരു തമാശ രംഗമാണെങ്കിലും മനുഷ്യന്റെ പ്രയോറിറ്റീസിനെ കുറിച്ച് ഒരു നല്ല ചിത്രമാണ്. പൈസ കൊടുത്താൽ, പണം കൊടുത്താൽ വാങ്ങാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ വിലയുള്ളത്. അതുകൊണ്ട് വിലയുള്ളത് സ്വന്തമാക്കാൻ മാമോന്റെ പുറകെ അല്ല പോകേണ്ടത്, ദൈവത്തിന്റെ പുറകെയാണ്. കാരണം ദൈവം തരുന്നതാണ് വിലയുള്ളത്, പണം കൊടുത്താൽ കിട്ടുന്നത് വിലയുള്ളതല്ല. നമുക്ക് നല്ല തേക്ക് കൊണ്ടുള്ള ഡൈനിങ് ടേബിൾ വാങ്ങിക്കാം, പക്ഷെ വിശപ്പ് ആര് തരണം? ദൈവം തരണം. നല്ല ഈട്ടി കൊണ്ടുള്ള കട്ടിൽ പണിയാം, നമുക്ക് കട്ടിൽ വാങ്ങിക്കാം, പക്ഷെ ഉറക്കം പറ്റില്ല. വിലയുള്ളത് ഏതാണ്? നോ യുവർ പ്രയോറിറ്റീസ്. അതുകൊണ്ട് ആഹാരത്തെ കുറിച്ചല്ല, ജീവനാണ് പ്രധാനം. ഉടുപ്പല്ല പ്രധാനം, ശരീരമാണ് പ്രധാനം. Know your God, know your limits, know your priorities. എന്നാൽ ഇത് എന്റെ മാത്രം ആഹാരത്തിന്റെയും ഉടുപ്പിന്റെയും വസ്ത്രത്തിന്റെയും പ്രശ്നമായി ചുരുങ്ങരുത്. നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്നത് എന്റെ വിശപ്പും എനിക്കുള്ള വസ്ത്രവും കിട്ടുന്ന ഒന്നിനെ കുറിച്ചല്ല. കുശിച്ചനും ചെറിയാനോസിനും ഞങ്ങളെ സെമിനാരിൽ പഠിപ്പിക്കുമ്പോഴെല്ലാം എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവരാജ്യം. എന്റെ വിശപ്പും എന്റെ വസ്ത്രവും എന്റെ വെള്ളവുമല്ല, എല്ലാവർക്കും ആഹാരവും എല്ലാവർക്കും വസ്ത്രവും എല്ലാവർക്കും കുടിവെള്ളവും കിട്ടുന്ന ഒന്നിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആരും വസ്ത്രത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ആരും വിചാരപ്പെടാതെ ഇരിക്കാൻ അങ്ങനെ ഒരു രാജ്യം നമ്മൾ സൃഷ്ടിക്കണം. അതിനാണ് കർത്താവ് പറയുന്നത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നിന്റെ രാജ്യം വരണം. അതുകൊണ്ടാണ് ഈ 6-ാം അധ്യായം കർത്താവ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: ഓരോരുത്തരും അവരവരുടെ ആഹാരത്തെ കുറിച്ചും അവരവരുടെ വസ്ത്രത്തെ കുറിച്ചും അവരവരുടെ ഉടുപ്പിനെ കുറിച്ചും വെള്ളത്തെ കുറിച്ചും വിചാരപ്പെട്ടിരിക്കുന്നതിന് പകരം അങ്ങനെ നമ്മളിൽ ഒരാൾക്ക് പോലും വിചാരപ്പെടേണ്ടാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുന്ന സമൂഹത്തിന്റെ പേരാണ് ദൈവരാജ്യം. ഇത് സാധിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അവന്റെ രാജ്യം, അവന്റെ നീതി. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേവലം എന്റെ ആഹാര പ്രശ്നമോ എന്റെ കുടിവെള്ള പ്രശ്നമോ എന്റെ വസ്ത്രത്തെ കുറിച്ചുള്ള ആകുല ചിന്തയോ എങ്ങനെ മാറിക്കിട്ടും എന്നറിയാനല്ല, അത് പ്രധാനമാണ്. എന്നാൽ എന്റെ മാത്രം ആകുല ചിന്ത മാറിയാൽ മതിയോ? എല്ലാവരുടെയും ആകുല ചിന്ത മാറണമെങ്കിൽ ഇവിടെ എന്ത് സ്ഥാപിക്കപ്പെടണം? ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതുകൊണ്ട് ആകുല ചിന്തയ്ക്കുള്ള താൽക്കാലികമായ പരിഹാരം ഒന്ന്, നമ്മുടെ ദൈവം ആരെന്നറിയുക. ഞാൻ അനാഥനല്ല, എനിക്കൊരപ്പനുണ്ട്, അവൻ കരുതും എന്ന് പറഞ്ഞാൽ കരുതി.
രണ്ട്, ഐ ഷുഡ് നോ മൈ ലിമിറ്റ്സ്. ഞാൻ എത്ര വിചാരപ്പെട്ടാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ തിരിച്ചറിയണം. വിചാരപ്പെടുന്നത് കൊണ്ട് എൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ എനിക്ക് പറ്റത്തില്ല. സോ ഐ ഷുഡ് നോ മൈ ലിമിറ്റ്സ്. മൂന്നാമത്, ഐ ഷുഡ് നോ വാട്ട് മൈ പ്രയോറിറ്റീസ് ആണ്. എൻ്റെ മുൻഗണനകൾ, എൻ്റെ പ്രധാന പരിഗണനകൾ എന്തായിരിക്കണം? ആഹാരത്തെക്കാൾ ജീവനെ കുറിച്ചും ഉടുപ്പിനേക്കാൾ ശരീരത്തെ കുറിച്ചും ആയിരിക്കണം ഞാൻ ചിന്തിക്കേണ്ടത്. പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതൊന്നും വിലയുള്ളതല്ല. ദൈവം തരുന്നതിന് രണ്ട് പ്രത്യേകതയുണ്ട്. അത് നശിക്കില്ല, അത് വാങ്ങാനും കഴിയില്ല. എന്നാൽ എൻ്റെ ആകുല ചിന്ത മാറുക എന്നതിനൊക്കെ അപ്പുറമായി നമ്മളിൽ ആരും ആഹാരത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ വിചാരപ്പെടാതെ ഇരിക്കുന്ന ഒരു ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം. അതാണ് ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അത് എങ്ങനെ സാധിക്കും? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഹൃദയപൂർവ്വം